നിങ്ങൾക്ക് ഇതുപോലെ GTA 5 കളിക്കണം. നിങ്ങൾക്ക് റീസെൻ്റ്ലി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ GTA തിഫ്റ്റ് ഓട്ടോ സാൻഡ്രൈസിനൊക്കെ 182 രൂപ, പിന്നെ YCTക്ക് 121 രൂപ, പിന്നെ ചൈന ടൗണിന് വാർഡ്സിന് 121 രൂപ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ തന്നെ നമ്മൾ ഏത് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഏത് സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് GTA 5 പോലത്തെ ഗെയിം കളിക്കാം. പോലത്തെ അല്ല, GTA 5 തന്നെ കളിക്കാം. അത് നമുക്ക് RP ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ എതിർ ടീമിൽ നമുക്ക് ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മലയാളിയെ പോലെ അപ്പുറത്ത് നിന്ന് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട്. നമ്മൾ RP ആണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ മറ്റേ എന്താ പറയുക, കാസ്ട്രോ ഗെയിമറും പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തൊപ്പി കളിക്കുന്ന ഗെയിമുണ്ട് RP ഉള്ളത്. GTA 5 തന്നെ അവർ PC കളിക്കുന്നത്, നമ്മൾ മൊബൈലിൽ കളിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവർ വലിയ പണിയൊന്നുമില്ലേ, ചെറിയ പണിയുണ്ട്, ഭയങ്കര ഈസിയാണ്. GTA 5 പോലത്തെ അത്രയും ഗ്രാഫിക്സ് ഉള്ള ഗെയിമൊക്കെ നമ്മളെ ഫോണിൽ തന്നെ നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആദ്യം അതിനായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡിസ്കോഡ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, നമുക്ക് അതിനായിട്ട് നമ്മൾ ഈ ആപ്പ് എടുക്കുക. നമ്മൾ ഇതേ ആപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഡിസ്കോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ സൈൻ ചെയ്തതാണ്, എന്നോട് പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ഇവിടെ ഒരു വെയിറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്. ഏറ്റവും അടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്തതിനോട് വെയിറ്റ് ഇവിടെ ഒരു സപ്പോർട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ചിഹ്നം കൊടുത്തിട്ടുള്ളൊരു വെയിറ്റിംഗ് എന്നുള്ള സാധനമുണ്ട്. ആ വെയിറ്റിങ്ങിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളിപ്പോൾ എന്താ ഒരു നോട്ടിഫിക്കേഷൻ, ഓരോ ഇതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അവർ ഒരു ഇൻ്റർവ്യൂ ഒക്കെ തരും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ലിസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ വൈറ്റ് ലിസ്റ്റ് കിട്ടിയാലേ നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് 3 റൂൾസാണുള്ളത്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വെയിറ്റിങ്ങിന് കൊടുത്തിട്ട് ഈ വൈറ്റ് ലിസ്റ്റ് എടുക്കണം. വൈറ്റ് ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വൈറ്റ് ലിസ്റ്റ് എടുക്കുന്ന ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ കുറച്ച് KDRPൻ്റെ റൂള് ചോദിക്കും. അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അറിയില്ലെങ്കിൽ അവർ പറഞ്ഞു തരും. എനിക്കൊക്കെ പറഞ്ഞു തരാണ് ചെയ്തത്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു റൂൾസുള്ളടത്ത് KDRP റൂൾസ് ഉണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുകയാണല്ലേ. ഇതുപോലത്തെ റൂൾസും കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോയി കളി. അപ്പോൾ നിങ്ങൾ ഇത്ര പണിയുള്ളൂ. വൈറ്റ് ലിസ്റ്റ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇത്രയും പണിയുള്ളൂ. പിന്നെ അവർ പറയണോട് ചെയ്താൽ മതി. അപ്പോൾ സംഭവം കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് പരിപാടിക്ക് ഈസിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ ഗൈസ്. സമയം കളയണ്ട ഗൈസ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.